ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറൻ്റ്ലി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. സോ അതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പർച്ചേസ് ഓർഡറാണ് നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ടു റിസീവ് ആൻഡ് ബില്ല് എന്നുള്ളതാണ്. സോ അതിന് കണക്ഷൻസിൽ ഒരു പർച്ചേസ് ഇൻവോയ്സും ഇല്ല. സോ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഒരു പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. സോ ആ ഓർഡറിന് അഗെയിൻസ്റ്റ് അവർ നമുക്ക് ഇൻവോയ്സ് തന്നു. സോ ആ ഇൻവോയ്സാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഒന്നെങ്കിൽ പർച്ചേസ് ഓർഡർ ഏതാണോ ഡോക്യുമെൻ്റ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ കയറുക, ദെൻ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ടാവും. സോ നമുക്ക് പർച്ചേസ് റെസിപ്റ്റ് ഉണ്ട്, പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, അതേപോലെ പേയ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ പേയ്മെൻറ്റ് റിക്വസ്റ്റും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പർച്ചേസ് ഇൻവോയ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ഇൻ കേസ് നമ്മളൊരു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തു, ബട്ട് നമ്മൾ കറൻ്റ്ലി ഉള്ളത് രണ്ടായിട്ടാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യണം. സോ അതിന് അപ്ഡേറ്റ് ഐറ്റംസ് എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ടാവും. അതായത് നമ്മൾ ബിഫോർ സബ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റോ ആ ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ദെൻ അമെൻഡ് ചെയ്യുക. ഓക്കെ, ബട്ട് ക്യാൻസൽ ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഐറ്റംസ് മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഐറ്റംസ് കൊടുക്കുക. ഇവിടെ ആഡ് റോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഐറ്റംസ് ആഡ് ചെയ്യാം. ഓക്കെ, അത് കൊടുത്തു, സെയിം ഡേറ്റ് കൊടുത്തു, ക്വാണ്ടിറ്റി ഞാനൊരു 5 കൊടുത്തു, ദെൻ ഐറ്റം കൊടുത്തു, ദെൻ അപ്ഡേറ്റ് ചെയ്താൽ ഓക്കെ, അതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് അത് വരാഞ്ഞത്. നമുക്ക് വേറൊരു ഐറ്റം കൊടുക്കാം. Secured by 20, then quantity 10, then rate 200. ആ ഐറ്റം ഇവിടെ ആഡ് ആയി വന്നു. ഓക്കെ, സോ ഇപ്പം നമ്മൾ ക്യാൻസൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഡയറക്റ്റ്ലി ഇവിടുന്ന് പർച്ചേസ് ഇൻവോയ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പർച്ചേസ് ഓർഡറുള്ള എന്തൊക്കെ ഫീൽഡുകൾ നമ്മൾ പർച്ചേസ് ഓർഡറിൽ ആഡ് ആക്കിക്കണോ അതെല്ലാം ഈ ഇൻവോയ്സിൽ ഓട്ടോമാറ്റിക്കലി ഫെച്ചായി വരും. നമ്മൾ മാനുവലി 1 by 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് സെർച്ച് ചെയ്യാം പർച്ചേസ് ഇൻവോയ്സ്. നമുക്ക് പർച്ചേസ് ഇൻവോയ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. ദെൻ ഫ്രം ഹിയർ ഓൾസോ നമുക്ക് ആഡ് പർച്ചേസ് ഇൻവോയ്സ് കൊടുക്കാം. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓരോ ഫീൽഡും മാനുവലി ആഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ സപ്ലയർ ചൂസ് ചെയ്യണം നമ്മൾ, അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റ് കൊടുക്കണം, അതേപോലെ ലൈക്ക് നമുക്ക് ഐറ്റം ഗ്രൂപ്പ് ഐറ്റംസ് ഇവിടെ മെൻഷൻ ചെയ്യുക, അതേപോലെ തന്നെ എത്ര ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റഡ് ക്വാണ്ടിറ്റി ഞാനൊരു 10 കൊടുത്തു. ദെൻ ഇതിൽ ഞാൻ 20 കൊടുത്തു. ഓക്കെ, സോ ഇൻവോയ്സ് ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനി ഇത് അതേപോലെ തന്നെ ജസ്റ്റ് അതായത് ഇപ്പോൾ ഓർഡർ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാനുവലി കൊടുക്കും. അതിൽ നമ്മൾ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ ഓർഡർ ഐറ്റംസ് ഫെച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ഓർഡർ കൊടുക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ഓർഡറിൽ ക്രിയേറ്റ് ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ യൂസ് ചെയ്തിട്ടില്ല പർച്ചേസ് ഇൻവോയ്സ് അടിക്കുന്നത്. സോ നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് പർച്ചേസ് ഇൻവോയ്സ് സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ മാനുവലി 1 by 1 ഓരോ ഫീൽഡുകളും ഇവിടെ കൊടുക്കണം. സോ അതിന് പകരം നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുക. ദെൻ ഏതാണോ ആ പർച്ചേസ് ഓർഡർ എന്നുള്ളത് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് ഇതാണ്. സോ എനിക്ക് ഈ കസ്റ്റമറിൻ്റെ എഗെയിൻസ്റ്റുള്ള പർച്ചേസ് ഓർഡറാണ് വേണ്ടത്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ
ആ സപ്ലയർ നെയിമോ ഡേറ്റും ആ ഐറ്റംസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഇത് ആസ് യൂഷ്വൽ ഇതേപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് എൻട്രിയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ആ പേയ്മെൻറ്റ് എൻട്രിൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു അഡ്വാൻസ് റിസീവ് ചെയ്തത്, ഒരു പർച്ചേസ് ഇൻവോയ്സിനെ അഗെയിൻസ്റ്റ് അതെല്ലാം സെയിൽസ് ഇൻവോയ്സിനെ അഗെയിൻസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ആ പേയ്മെൻറ്റ് എൻട്രി അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെറ്റ് അഡ്വാൻസ് പെയ്ഡ് കൊടുത്താൽ നമുക്ക് ഈ ടേബിളിലോട്ട് ഫെച്ചായി വരും. ഇപ്പോൾ കറൻ്റ്ലി ഫെച്ചായി വന്നിട്ടില്ല, ബിക്കോസ് ഞാൻ ഈ പർച്ചേസിങ് സപ്ലയറിന് അഗെയിൻസ്റ്റ് ഒരു പേയ്മെൻറ്റ് എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അഡ്വാൻസ് പേയ്മെൻറ്റ് എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ നമ്മൾ സപ്ലയറെ എങ്ങനെയാണ് ഒരു സപ്ലയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ സപ്ലയറിൽ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കലി വരും. അതേപോലെ പർച്ചേസ് ഇൻവോയ്സിൽ നമുക്ക് പേയ്മെൻറ്റ് ടെംപ്ലേറ്റ്സ് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ ലിസ്റ്റ് ആയി വരും. അപ്പോൾ ഈ പേയ്മെൻറ്റ് ടേംസ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അതല്ല ആസ് യൂഷ്വലി ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്, ഇതേ ത്രൂ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ല. സോ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വൺസ് സേവ് ചെയ്താൽ ആ ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് ആവും. ഇതിൽ നമുക്ക് എന്ത് ചേഞ്ചസും വരുത്താം. ദെൻ ചേഞ്ചസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് അമെൻഡ് ചെയ്യണം. ഓക്കെ, സീരീസ് ക്രിയേറ്റ്. ഓക്കെ, സോ കറൻറ്റ്ലി എന്തോ ഒരു ഈ ഐറ്റത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് അത് ഡിലീറ്റ് ആക്കിയിട്ട് സേവ് ചെയ്യണം. ഞാനിപ്പോൾ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണില്ല. എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഒരു പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കറൻറ്റ്ലി ഈ പർച്ചേസ് ഇൻവോയ്സ് അൺപെയ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് ആണ്, ബിക്കോസ് നമ്മൾ ഇതിന് പേയ്മെൻറ്റ് റെസിപ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഈ കണക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഈ പർച്ചേസ് ഇൻവോയ്സിനെ അഗെയിൻസ്റ്റ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തേക്കണം. അതിപ്പോൾ അത് അവിടെ കൗണ്ട് 1 എന്നുള്ളത് വന്നു. ബിക്കോസ് ഇത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് ഗെറ്റ് ഐറ്റംസ് ഫ്രം പർച്ചേസ് ഓർഡറാണ്. സോ ആ പർച്ചേസ് ഓർഡറിൽ ഐറ്റംസാണ് ഞാൻ ഫെച്ച് ചെയ്തെടുത്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് ആ പർച്ചേസ് ഓർഡർ ഇവിടെ ലിങ്കായി വന്നത്. സോ ഇത്രയേ ഉള്ളൂ ഒരു പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.